ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡാണ് കേട്ടോ. മധുഹൂത്തും ചിക്കൻ ഫ്രൈയും. എത്ര ഇനി വീട്ടിൽ പോയിട്ട് സാധനം ഒരുപാട് കൊണ്ടുവരാനൊന്നും നിൽക്കണ്ട. ഇത് നമ്മളെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് വെച്ചിട്ട് ഒരു മധുഹൂത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മധുഹൂത്ത് മസാല കൂട്ട് ഉണ്ടാക്കണം. ഇതുപോലെ ഒന്ന് മധുഹൂത്ത് മസാല ഒന്ന് വറുത്തെടുത്ത് അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് നല്ല നല്ല പഴുത്ത തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഒരുമിച്ച് ഇട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലിട്ട് നല്ല ഒരു തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിക്കൻ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി വെച്ച ചിക്കൻ കേട്ടോ. അതും കുറച്ച് അരിയും ഒക്കെ എടുത്തേക്ക്. ഇനിയിപ്പോൾ വീട്ടിൽ പെട്ടെന്നൊന്നും വിരുന്നുകാർ വന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ എന്താ സാധനങ്ങൾ എടുത്ത് വെച്ചത്. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് കേട്ടോ ഇത് ഉപയോഗിച്ചത്. നിങ്ങളെ വീട്ടിൽ എന്താ ഉള്ളത് വെച്ചാൽ ഉപയോഗിച്ചാൽ മതി. സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടെടുക്കുക. ഇതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വല്യുള്ളി, ക്യാപ്സിക്കം ഇതൊന്നായിട്ടെടുത്ത് നല്ലോണം ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ച ഈ മസാലക്കൂട്ടില്ലേ, തക്കാളി പേസ്റ്റ്, അത് ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ടെടുക്കുക. നല്ല വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടെടുക്കുക. ഇതുപോലെ ഇളക്കി മറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മാഗി ക്യൂബ് ഇടുക. ഞാനൊരു 2 മാഗി ക്യൂബ് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഉപയോഗിച്ചത്. നമ്മൾ അളവിനനുസരിച്ച് ഇട്ടാൽ മതി. അതുപോലെ അളവിനനുസരിച്ച് പൊടി ഇട്ടാൽ മതി. നമ്മൾ പൊടിച്ച് വെച്ച പൊടി അതിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയത്. നിങ്ങളെ വീട്ടിലെങ്ങനെ നിങ്ങളെ അളവ് അതിനനുസരിച്ച് എടുത്തുകൊണ്ടിട്ട് ഞാൻ ചെറുനാരങ്ങ എൻ്റെ അടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചനാരങ്ങ പിഴിഞ്ഞൊഴിച്ചതാണ്. ഉണങ്ങിയ നാരങ്ങൻ്റെ അടുത്തില്ലായിരുന്നു. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി അതിലേക്ക് ഇട്ടെടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി മറിച്ചെടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തത് മൂടിയൊക്കെ കുറച്ച് ടൈം പിടിക്കുക എന്തായാലും ഇത് വേവാൻ. അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പച്ച മസാലക്കൂട്ട് ഇതിലോട്ട് ഇട്ടെടുക്കുക. പച്ചയൊക്കെ നമുക്ക് ചോപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് നിരത്തി വെച്ച് നല്ലോണം പൊരിച്ചെടുക്കുക. ഇതുപോലെ അങ്ങോട്ട് നിരത്തി വെച്ച് ഒന്ന് ഇളക്കി മറിച്ച് ഒരു ഭാഗം വേകുമ്പോൾ അടുത്ത ഭാഗം ഇളക്കി മറിച്ച് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വരുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡാണിത്. ആർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് സാധനങ്ങളൊന്നും ഓവറായിട്ട് വേണ്ട. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ചിക്കൻ ഫ്രൈ തന്നെയാണ്. അതാണ് ഏറ്റവും നല്ല രുചി. ഇതുപോലെ ചിക്കൻ ഫ്രൈ ഒന്ന് പൊരിച്ച് വെച്ചിട്ട് ഇതിലേക്ക് പ്ലേറ്റൊക്കെ ഇട്ടുകൊടുക്കുക. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച മധുഹൂത്തില്ലേ, അതൊന്ന് നമ്മൾ തുറന്നു നോക്കുക. സൂപ്പറായിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ഓരോന്നൊന്നും പൊട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളി വേവാ. നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും. ഇനി എന്താണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നടക്കണ്ട. ഇത് അടിപൊളി ഫുഡാണ്. ഇതുപോലെ നല്ല വേഗം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഫുഡാണ് ഉണ്ടാക്കി